ആംബുലൻസിന് പണി കിട്ടിയത് വേറെ ഒന്നുമല്ല. ആലങ്കോട് നിന്ന് ഒരു ആക്സിഡൻറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞ വഴിക്ക് വെറ്റ്ലാൻഡിൻ്റെ അവിടെ എത്തിയോ, വെറ്റ്ലാൻഡിൻ്റെ നടയിലെത്തിയപ്പോൾ വണ്ടി നിന്നുപോയി. അപ്പോൾ തന്നെ കൂട്ടുകാരൻ്റെ വണ്ടി വിളിച്ച് അതിലേക്ക് പേഷ്യൻറ്റിനെ 2 പേരുണ്ടായിരുന്നു, അവർ 2 പേരിനെ ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ വണ്ടിയുടെ സംഭവം വേറെ ഒന്നുമില്ല, ഓൾട്ടർനേറ്റ് പോയതാണ്. ബാറ്ററിയിൽ ചാർജ് ഉള്ളപ്പോൾ വണ്ടി പോയി, അതായത് എഞ്ചിനൊന്നും ചാർജ് സപ്ലൈ ചെയ്യുന്നില്ല, അതാണ് കംപ്ലൈൻറ്റ്. പിന്നെ അതാണ്ട് വണ്ടി കഴുകാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത് ബ്ലഡാണ്, ഈ ബ്ലഡാണ് ഇങ്ങനെ പിടിച്ചിരിക്കണത്. ഇനി വേണം കൊണ്ടുപോയി വണ്ടി സർവീസിന് കൊടുത്ത് ബ്ലഡെല്ലാം അടിച്ച് കളഞ്ഞ് സാനിറ്റൈസറായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ വാക്സ് കൊടുത്ത് വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇനി വണ്ടി കൊണ്ട് പോകണം. അതുകൊണ്ട് അതിൻ്റെ ആ വീടൊക്കെ കയറണതിൻ്റെ അവിടെ കണ്ട ഇവിടെയൊക്കെ ബ്ലഡാണ്, എന്നാൽ പയ്യൻ്റെ ബ്ലഡാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഈ കമ്പനിയുടെ ഓണർ. നിസ്സാരക്കാരനെല്ലാം ആൾക്കാരെ പറ്റിക്കില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരണത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഇതും കൂടി പറഞ്ഞുതരാം. നമ്മളെ ഈ തിരുവനന്തപുരം ഭാഗത്ത് നിങ്ങളുടെ വണ്ടി കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാം. ഇദ്ദേഹത്തിനെ വിളിക്കാം, പക്ഷേ ആ കാണുന്ന നമ്പറാണേ. ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിക്കാം. അതിപ്പം എന്നാൽ ഇലക്ട്രിക് എല്ലാവർക്കും ഇല്ലേ? എല്ലാം ഉണ്ടോ? അതായത് ഇലക്ട്രിക്, ഗ്യാസ്, പിന്നെ എല്ലാ വെൽഡിങ്, വണ്ടി എല്ലാം അല്ലേ? വാഹന സംബന്ധമായ എല്ലാം ഉണ്ടല്ലോ. എല്ലാ സാധനവും ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരാൾ കമൻറ്റ് ചെയ്തു ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ചേട്ടാ, ഇതൊന്നും ബിസിനസ്സൊന്നും അല്ല, ഇതൊക്കെ ഒരു മനുഷ്യത്വമുള്ള പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ഓടി എത്താൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഒരു സമാധാനമാണ്. ചിന്ത ഇവിടെ രാവിലെ ഇറങ്ങിയതാണേ, ഇനി വേണം വീട്ടിൽ പോയി ഫ്രഷാണ്. വണ്ടി ഇതാ പുറകെ കിടപ്പുണ്ട്. പിന്നെന്തോ, എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. ബൈ, കാണാം.